ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഈ വീഡിയോ ഇടുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇപ്പോൾ തുടങ്ങിയിട്ട് അത്രയേ ആയിട്ടുള്ളൂ, ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പം നമുക്ക് സീരിയലിൻ്റെ ഭാഗം പറയാം. ചെമ്പനീർ പൂവിൻ്റെ 116ാമത്തെ ഭാഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം നമുക്ക് 116ാമത്തെ ഭാഗം എന്തായി എന്ന് നോക്കാം. അപ്പം ഇവിടെ സച്ചിൻ്റെ അച്ഛമ്മയും അച്ഛനുമാണ് വഴിയിലുള്ളത്. അപ്പോൾ അച്ഛനോട് അച്ഛമ്മ പറയാണ്, സച്ചിൻ്റെ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ട, ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നാണ് അച്ഛമ്മ അച്ഛനോട് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അവന് എല്ലാം മനസ്സിലാവും, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നിന്നെ സുധി ചതിച്ചതിൻ്റെ ദേഷ്യമാണ് അവനുള്ളത്, അവൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് അമ്മേ, എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് അമ്മേ. അപ്പോൾ അമ്മ പറയാണ്, അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം, എൻ്റെ രണ്ടിറ്റ് കണ്ണീര് മതി അവൻ്റെ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഈ കല്യാണം ഭംഗിയായി നടക്കും, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അപ്പോൾ രേവതിയും സച്ചിയും അമ്പലത്തിലാണുള്ളത്. അപ്പോൾ തേങ്ങ ഉടക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ സച്ചി പറയാണ് രേവതിനോട്, ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല, അവനൊരു ഫ്രോഡാ, അവനെ എനിക്ക് പണ്ടേ അറിയാം. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, 50 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ താലി കെട്ടുന്നത് നടക്കില്ല. താലി കെട്ടുന്നതിന് മുമ്പേ അവൻ്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. അപ്പോൾ രേവതി പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം തേങ്ങ ഉടക്ക്. തേങ്ങ ഉടക്കാനോ? ആ, തേങ്ങ ഉടക്ക്, എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് ഉടക്ക്. അപ്പോൾ അവൻ, ഹായ്, അതിന് തേങ്ങ ഉടക്കലും നിൻ്റെ വിശപ്പും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ ഉണ്ട്, കൊണ്ടുപോയി ഉടക്ക് എന്നും പറഞ്ഞ് അവൻ തേങ്ങ ഉടക്കാൻ പോയി തേങ്ങ ഉടക്കുകയാണ്. തേങ്ങ കുറേ കഷ്ണങ്ങളായി തെറിച്ച് പലയിടത്തും വീണു. അവൾ അപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു കഷ്ണം തേങ്ങ എടുത്ത് ആവേശത്തോടു കൂടി തിന്നുകയാണ്. അപ്പോൾ അവൻ നല്ല ഇതിൽ നോക്കി നിൽക്കുകയാണ്, കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അവൾ തേങ്ങ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ആഹാ, ഇപ്പം മനസ്സിലായി തേങ്ങയും വിഷപ്പും തമ്മിലുള്ള ബന്ധം. സമ്മതിച്ചു നിന്നെ, പച്ച തേങ്ങ ഇങ്ങനെ ആർത്തി മൂത്ത് തിന്നുന്നത് ഞാൻ ഫസ്റ്റായിട്ട് കാണുക. പിന്നെ ഉണങ്ങുന്നത് വരെ കാത്തു നിൽക്കണോ എന്ന് പറഞ്ഞ് അവളൊരു ആവേശത്തോടു കൂടി തിന്നാണ് തേങ്ങ. അവനാണെങ്കിൽ അവൾ തേങ്ങ തിന്നത് തന്നെ നോക്കി നിൽക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കച്ചവടം നടത്തുന്ന സമയത്തുണ്ടല്ലോ, ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ ഇഷ്ടംപോലെ തേങ്ങ ഉടക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് തേങ്ങ എടുത്ത് തിന്നലാണ് എൻ്റെ മെയിൻ ഒരു വീക്ക്നെസ്. അവനോട് ചോദിച്ചു, വെള്ളം ഇറക്കുന്നുണ്ടല്ലോ, വേണോ? അപ്പോൾ അവനും ഒരു കഷ്ണം എടുത്ത് കൊടുത്തവൾ. അവനതെങ്ങനെയാണ് തിന്നേണ്ടതെന്ന് തന്നെ അറിയില്ല. അവൻ അത് തിരിച്ചു പിടിച്ചിട്ടാണ് പല്ല് കൊണ്ട് കാർന്നെടുക്കുന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, അങ്ങനെയല്ല, തിരിച്ചു പിടിക്കുക, ചിരട്ടയല്ല തിന്നേണ്ടത്, തേങ്ങയാണ് തിന്നേണ്ടത് എന്ന് പറഞ്ഞ് അതിൻ്റെ തിന്നേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ആവേശത്തോടു കൂടി തിന്നതാണ്. അപ്പോഴാണ് അച്ഛനും അച്ഛമ്മയും അതുവഴി വരുന്നത്. അപ്പോൾ അച്ഛൻ ഫസ്റ്റ് കണ്ട് ഈ രംഗം അവർ കഴിക്കുന്നത്. അത് കണ്ടിട്ട് വിളിക്കുകയാണ്, അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താടാ എന്ന് പറഞ്ഞ അമ്മ അവിടെ എത്തി. അമ്മേ, അത് നോക്കിയേ, ഇവിടെ വന്നേ പിന്നെ രണ്ടുപേർക്കും നല്ല മാറ്റം ഉണ്ടല്ലേ അമ്മേ. നീ കണ്ടോ, രേവതി സച്ചിയെ മാറ്റിയെടുക്കും, നല്ല ബുദ്ധിയുള്ള പെണ്ണാണ് അവൾ. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവരും അവിടെ എത്തി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അച്ഛന് തേങ്ങ വേണോ? എന്തുവാടെ ഇത്? നീ തന്നെ അങ്ങ് തിന്നാൽ മതി, അത്ര നേരമെങ്കിലും നീ മിണ്ടാതിരിക്കുമല്ലോ. എത്ര നേരം വേണമെങ്കിലും ഞാൻ മിണ്ടാതിരുന്നോളാം, പക്ഷേ കല്യാണം അത് നടക്കില്ല എന്തായാലും. കാശ് തന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ അവൻ്റെ ഷേപ്പ് മാറ്റും. അപ്പോൾ അച്ഛമ്മ ദാ. അപ്പം രേവതി, എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അച്ഛമ്മേ, പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ലാതെ ഫ്രോഡ്, വിടില്ല ഞാൻ അവനെ. സച്ചി, ഒരു വീടാകുമ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. പല വീടുകളിലും കാണാം നമുക്ക്, എത്രയോ പേര് പരസ്പരം മിണ്ടാതെ ഒക്കെ നടക്കുന്നു. എന്നാൽ വീട്ടിലൊരു വിഷയം വന്നാലോ, എല്ലാ വിഷയവും മറന്ന് എല്ലാവരും ഒന്നിച്ച് അതിൽ ഇടപെടും. അതിൻ്റെ പേരാടാ കുടുംബം എന്ന് പറയുന്നത്. കുറച്ച് നാൾ അവനോടുള്ള ദേഷ്യമൊക്കെ നീ മാറ്റിവെക്ക്. അവൻ ചെയ്ത തെറ്റ് ഞാൻ മറക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ അച്ഛൻ, മറക്കണം, കാരണം അവൻ നിൻ്റെ കൂടെപ്പിറപ്പാ.
കൂടപ്പറപ്പ്. അപ്പം അച്ഛൻ, മോളെ നിന്നോട് ശ്രുതി ചെയ്ത തെറ്റൊന്നും ഞാൻ മറന്നിട്ടില്ല. നിനക്കവനോട് ദേഷ്യം കാണും, എന്നാലും അച്ഛൻ പറയാ, നീ എൻ്റെ വീട്ടിൽ വന്ന ആദ്യത്തെ മരുമകളാ. കല്യാണത്തിന് നീ കൂടെ നിൽക്കണം. ഇവനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും വേണം. രണ്ടുപേരും മുന്നിൽ തന്നെ ഉണ്ടാവണം. മുമ്പിൽ തന്നെ നിൽക്കാം, പക്ഷേ 50 ലക്ഷം രൂപ ഉടൻ കിട്ടണം. കല്യാണത്തിന് മുമ്പ് തന്നെ കിട്ടണം. ഒന്ന് നിർത്തുമോ? കുറേ നേരമായല്ലോ 50 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ കാശിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? അച്ഛൻ വിഷമിക്കണ്ട. ഈ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടക്കും. ഞങ്ങൾ അച്ഛൻ്റെ കൂടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ മൂത്ത മകനോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛന് വേണ്ടി ഞാൻ പിന്മാറുന്നു. നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. അപ്പോൾ അച്ഛമ്മ കേട്ടോ രവി? കേട്ടാ രവി, ഇങ്ങനെ ഒരു മോളുണ്ടാവാൻ നീ എന്തിനാ വിഷമിക്കുന്നത്? ഇനി എൻ്റെ 2 തുള്ളി കണ്ണീരൊന്നും വേണ്ട രവി. എല്ലാവരും കല്യാണത്തിന് 2 ദിവസം മുമ്പേ എത്തണം. അപ്പോൾ അച്ഛമ്മ പറയാണ്, ശരി. അപ്പോൾ അച്ഛൻ പറയണം, എന്നാൽ ഞാൻ പോവുകയാണ്. അപ്പോൾ അച്ഛമ്മ, നാളെ പോയാൽ പോരെ രവി? വേണം, ഇന്ന് തന്നെ പോകണം. കല്യാണം കുറേ സ്ഥലത്ത് ക്ഷണിക്കാനൊക്കെ ഉള്ളതല്ലേ. മോനെ സച്ചി, നിന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടാ. അപ്പോഴേക്കും അതാ 2 പേര് സ്കൂട്ടർ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവൾ ഫ്രോഡ് എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയാണ്. അവൻ വേക്ക് തിരിഞ്ഞു നോക്കി. ലാസ്റ്റാണ് അവളെ കണ്ടത്. അപ്പോൾ അവൻ സൈഡായിട്ട് വണ്ടി നിർത്തിയിട്ട്, നീ എന്താ സ്വന്തം പേര് വിളിച്ച് കളിക്കുകയാണോ? ഞാനേ നിന്നെ വിളിച്ചതാ. എവിടെ എൻ്റെ കാശ്? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1000 രൂപ ഇപ്പോൾ എനിക്ക് തിരിച്ചു തരണം. 1000 രൂപയ്ക്കാണല്ലേ? അത് ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച കാശല്ല. നീ ഒരു പാവ സ്ത്രീയെ ഇടിച്ചിട്ടിട്ട് പോയില്ലേ, അവർക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് വേണ്ടി വാങ്ങിച്ച കാശാണ്. അപ്പോൾ അത് മാത്രം അവർക്ക് തികഞ്ഞില്ല. എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ ഞാൻ കൂട്ടിയിരുന്നു. അപ്പോൾ അതെനിക്ക് ആര് തരും? കള്ളം, പച്ചക്കള്ളം. ആ കാശ് നീ അവർക്ക് കൊടുത്തിട്ടില്ല. നീ നിൻ്റെ പോക്കറ്റിലിട്ടു. നിൻ്റെ ജോലി തന്നെ ഇതാണല്ലോ. നിന്നെ ഒന്നും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്തത് എനിക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ അവൾ പറയാണ്, നിനക്ക് 2 അടി തരാത്തത് എനിക്ക് പറ്റിയ തെറ്റ് എന്ന്. അപ്പോൾ അവളുടെ സംസാരമൊന്നും അവന് പിടിച്ചില്ല. അവൻ പറഞ്ഞു, ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി വന്നതല്ലേ. അപ്പോൾ അവൾ പറയാണ്, നീയാണ് അവിടെ നിന്ന് വന്നതെന്ന്. അപ്പോൾ അവൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ പിറകെ വാ, ഞാൻ നിനക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം, നീ അവിടെ പോയി അഡ്മിറ്റ് ആവുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 പേരും അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതാ രേവതി വീട്ടിൽ വന്ന് ഫുഡൊക്കെ ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയിക്കുവാണ്. അപ്പോൾ അച്ഛമ്മ വന്ന് പറയുകയാണ്, സച്ചിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ മോളെ? വിളിച്ചു, ഇപ്പോൾ വരും. നീ അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോ. അപ്പോൾ അവൾ പറയാണ്, വേണ്ട, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം അച്ഛമ്മേ. ഞാൻ കഴിക്കാൻ അല്പം വൈകും. നിങ്ങൾ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സമയാസമയത്ത് ഭക്ഷണം കഴിക്കണം. അച്ഛമ്മേ, വയസ്സായവർക്കും സമയാസമയത്ത് കഴിക്കണ്ടേ? അന്നേരം അച്ഛമ്മ പറയുകയാണ്, ആരാടാ വയസ്സായവർ? ഞാൻ വയസ്സായവരാണോ എന്ന് പറയാണ് സച്ചിനോട് മുത്തശ്ശി. അയ്യോ, എൻ്റെ അച്ഛമ്മ കിളവിയൊന്നുമല്ലേ. കാണുന്നവരൊക്കെ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. അതേടാ, എന്നെ കാണുന്നവരൊക്കെ എപ്പോഴാണ് കല്യാണം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അവരെ അവിടെ പിടിച്ചിരുത്തി അച്ഛമ്മ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറയുകയാണ് അച്ഛമ്മ, ഇതാ സച്ചി, അതാ ഉമ്മറത്തൊരു കസേരയുണ്ട്, അവിടെ പോയിരിക്കണം. അപ്പോൾ അവൻ എഴുന്നേറ്റ് പോയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പറയും, ഇരിക്കടാ, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കടാ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് അവൻ കുറച്ച് മാറിയിരുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇതിനായിരുന്നു അച്ഛമ്മ പറഞ്ഞതെന്ന് പറഞ്ഞ് കസേര എടുത്തിട്ട് അവളുടെ കസേരയ്ക്ക് അടുത്തടുത്തായിട്ട് ഇരുന്നു. ഇത്ര അടുത്തിരിക്കണോ മുത്തശ്ശി? വേണം, കാര്യം നിങ്ങൾ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അടുത്തടുത്തിരിക്കണമെന്ന് നിയമമുണ്ടോ? നിയമമുണ്ട്. അടുത്ത് ഇരിക്കണം എന്ന് മാത്രമല്ല, കിടക്കുമ്പോൾ 2 പേരും അടുത്ത് കിടക്കുകയും വേണം. നടക്കുമ്പോൾ 2 പേരും കൈപിടിച്ച് നടക്കുകയും വേണം. അയ്യോ, എന്തൊക്കെ നിയമങ്ങളാണ്. അയ്യോ, വേറെ ഏതെങ്കിലും അച്ഛമ്മയുടെ കൊച്ചുമകനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അച്ഛമ്മ, അച്ഛമ്മേ, ഈ പാട്ടിയുടെ കൊച്ചുമകനായിട്ട് ഇനി ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും എനിക്ക് ജനിക്കണം. അപ്പോൾ അവളും പറയുകയാണ്, എനിക്കും. അപ്പോൾ അവൻ, അയ്യടാ, ഈ ജന്മത്തിൽ തന്നെ പെട്ടുപോയിരിക്കുക. അപ്പോൾ അടുത്ത ജന്മത്തിലും എന്നെ വിടില്ല അല്ലേ? മതി 2 പേരും ഭക്ഷണം കഴിച്ചേ. എന്താ ഇന്നത്തെ സ്പെഷ്യല്? അച്ഛമ്മ പറയാണ്, എല്ലാം നിനക്കിഷ്ടപ്പെട്ട കറികളാണ്, എല്ലാം തുറന്ന് നോക്ക്. അത് മുരിങ്ങക്ക സാമ്പാർ, അത് മുരിങ്ങക്ക അവിയൽ. അവൻ ഓരോന്നും തുറന്ന് നോക്കുകയാണ്. അത് മുരിങ്ങക്ക തോരൻ.
ഇതെന്താ എല്ലാം മുരിങ്ങക്ക കൊണ്ട്? അവൻ പറയുകയാണ് മുരിങ്ങക്ക പായസത്തിൻ്റെയും മുരിങ്ങക്ക ചൂടുവെള്ളത്തിൻ്റെയും കുറവുണ്ടെന്ന്. അത് നിനക്ക് നാളെ തരാം, ഇപ്പം നീ ഇത് കഴിക്ക്. അല്ല, എൻ്റെ ചെറിയ വയസ്സിൽ അച്ഛമ്മ പറയാറില്ലേ രാത്രിയിൽ ഭക്ഷണം കഴിക്കണമെന്ന്. ഇപ്പം എന്താ മുരിങ്ങക്ക കൊണ്ടൊരു കൊണ്ടാട്ടം? അത് ചെറിയ വയസ്സിലല്ലേ, ഇപ്പം നീ മുതിർന്നല്ലോ. അപ്പം മുതിർന്നു കഴിഞ്ഞാൽ മുതിർന്ന വയസ്സിൽ ഇപ്പം കഴിക്കാം. വീണ്ടും അച്ഛമ്മ, ഇപ്പം നിനക്ക് കല്ലും കഴിക്കാം, അതും ദഹിക്കും. അപ്പോൾ അവൾ ചിരിക്കുകയാണ്. എന്തിനാ ചിരിക്കുന്നത്? ഒരു മരത്തിലെ മുരിങ്ങക്ക മുഴുവൻ എടുത്ത് കറി വെച്ചിരിക്കുക. എൻ്റെ അമ്മേ, ഇത് കടയിൽ കൊടുത്തുകൊണ്ട് കാശ് കിട്ടില്ലേ? മുരിങ്ങക്ക വ്യാപാരമല്ല എൻ്റെ ജോലി. നീ സംസാരം നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഇതിൽ മുഴുവനും ഇരുമ്പ് സത്താ, ഒന്നും പറയാതെ ഇരുന്ന് കഴിക്ക്. ഇവിടുത്തെ മുരിങ്ങമരം മുഴുവൻ ഞാൻ വെട്ടും. എങ്കിലേ നിൻ്റെ കൈ ഞാൻ വെട്ടും. എല്ലാ വീട്ടിലും തുളസി, വേപ്പുമരം, കറ്റാർവാഴ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിന് ഓരോരോ കാരണങ്ങളുണ്ട്. എൻ്റെ അമ്മയെ സിറ്റിയിൽ ഇതൊന്നും കാണാനേ ഇല്ല. അതൊക്കെ പോട്ടെ, ഇപ്പം ഈ മുരിങ്ങക്കായ് വെച്ച് ഉണ്ടാക്കിയതിൻ്റെ കാരണം പറ. അപ്പോൾ മുത്തശ്ശി പറയാണ്, അയ്യോ ഈ മണ്ടന് ഇത് മനസ്സിലായില്ലല്ലേ. അപ്പോൾ അച്ഛമ്മ അവളുടെ അടുത്ത് പറയാണ്, മകളെ നിനക്ക് മനസ്സിലായി അല്ലേ പറഞ്ഞ അവൾ ചിരിക്കുക. നാളെ ഈ മാവിൽ മുഴുവൻ മാങ്ങയും പറിച്ചിട്ടുള്ള കറിയായിരിക്കും അല്ലേ? മാങ്ങ മുഴുവനും ഉണ്ടല്ലോ മാവ് പറിച്ചു. അപ്പോൾ നാളെ മാമ്പഴത്തിൻ്റെ കറിയായിരിക്കും അല്ലേ? മാങ്ങക്കറി വെക്കും, കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മാങ്ങ വെച്ചിട്ട് കറി ഉണ്ടാക്കാം. കറിയാക്കില്ല, പക്ഷേ കടിച്ച് തിന്നും മാങ്ങ. ഞാൻ തിന്നില്ല, ഇവൾ വേണേ തിന്നോട്ടെ. അപ്പോൾ അതിനെ അവൾ തിന്നും, പക്ഷേങ്കിൽ നീ കൂടി വിചാരിക്കണം. അതിന് ഞാനെന്ത് വിചാരിക്കാനാ? അവൻ അച്ഛമ്മ കാണാതെ വെളിയിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അച്ഛമ്മ അവനെ പിടിച്ചു. അപ്പോൾ അച്ഛമ്മയോട് പറയുകയാണ്, ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ട് വരാം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, ഇന്നത്തെ രാത്രി നീ പോയി മുറി കിടക്കടാ പോയിട്ട് എന്ന് പറഞ്ഞ് അവനെ മുറിയിൽ തന്നെ അയച്ചു. എൻ്റെ അച്ഛമ്മ പേഴ്സണലായിട്ട് പറയുകയാണ് അവിടുന്ന്, ഇന്നത്തെ രാത്രിയിൽ നീ പുറത്ത് പോയിട്ട് കാറ്റ് കൊള്ളേണ്ടതല്ല, നീ മുറിയിൽ തന്നെ കിടന്ന് കാറ്റ് കൊള്ളേണ്ടതാണ്. ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഉറങ്ങാനും കയ്യിൽ, ഈ മുറിയിൽ കിടന്ന് ഞാനെന്താക്കാനാ? എന്നിട്ട് അവൻ വിളിച്ച് പറയുകയാണ്, ഈ അച്ഛമ്മയുടെ ചില നേരത്തെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെടേണ്ടടാ, കിടക്കടാ അവിടെ. കിടന്നേക്കാല്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്നു. അപ്പോഴാണ് അവൾ ഒരുവിധം പണിയൊക്കെ തീർത്തിട്ട് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അച്ഛമ്മ പാലും കൊണ്ട് വരികയാണ്. അപ്പോൾ അച്ഛമ്മ, ഇതെന്താ ഇനിയും അച്ഛമ്മ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല, നീ ഇത് റൂമിലേക്ക് കൊണ്ടുപോട്. ഇതെന്താ അച്ഛമ്മ പാലൊക്കെ ആയിട്ട്? അതൊന്നുമില്ല, നീ റൂമിലേക്ക് ഇത് കൊണ്ടുപോയിക്കോ. അതിനെ കൊണ്ടും കുടിപ്പിക്കണം, കുറച്ച് അതിൽ നിന്ന് നീയും കുടിക്കണം, അതല്ലേ നിൻ്റെ മിടുക്ക്. ഞാൻ കൊടുത്താലൊന്നും കുടിക്കില്ല അച്ഛമ്മേ. അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിടരുത്. നീ അവനെ കാട്ടുവള്ളി കാലിൽ കുടുങ്ങിയതുപോലെ ചുരുക്കി കെട്ടണം. നീ ഒന്നും പറയണ്ട, നീ വിചാരിച്ചാൽ എല്ലാം നടക്കും. ഒരു ആണിനെ പെണ്ണ് വിചാരിച്ചാൽ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എത്രയും പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് നീ വേണ്ടതുപോലെ ചെയ്യും. അവനാണെങ്കിലോ മീശയുണ്ടെന്നേ ഉള്ളൂ, ഒരു പാവം ചെക്കനാണ് അവൻ. അവൾ തിരിഞ്ഞ് ഓടി വന്ന് പറയാണ്, അച്ഛമ്മ ഇത് മുരിങ്ങക്ക ഇട്ട പാലാണോ അല്ലെങ്കിൽ വെറും പാലാണോ എന്ന്. ഓടി അവിടുന്ന്, നീ പോയിക്കോ. അങ്ങനെ അവൾ പാലും കൊണ്ട് റൂമിൽ പോയി. അപ്പോൾ അവന് കൊടുത്തിട്ട് അവൻ പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, പാലൊന്നും ഞാൻ കുടിക്കില്ല, നിനക്ക് അറിയില്ലേന്ന്. അവൾ പറഞ്ഞു, പകുതി കുടിച്ചിട്ട് പകുതി എനിക്ക് തായെന്ന്. അപ്പോൾ അവൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അവൻ എണീച്ചിട്ട് പറയാണ്, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്ന പായ എവിടെ? പായ കാണുന്നില്ലല്ലോ. അവൻ പരക്കെ പരതുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. അവൻ അച്ഛമ്മയുടെ അടുത്തെത്തി. അച്ഛമ്മ, അവിടെ ഉണ്ടായിരുന്ന പായ എവിടെ? പായയോ? പായ പാറു കൊണ്ടുപോയി. അവർക്കെന്തിനാ പായ? അത് അവർക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഞാനത് എവിടെ കിടക്കും? നിനക്കെന്തിനാടാ പായ? നിനക്ക് രേവതിക്കൊപ്പം കട്ടിലിൽ കിടന്നാൽ പോരെ, നീ പായ വിരിച്ച് താഴെ കിടക്കണോ? എന്താടാ നിന്ന് പരുങ്ങുന്നത്? ഞാൻ അവളുടെ കയ്യിൽ പാല് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആ പാലിൽ നിന്ന് പകുതി നീ കുടിച്ച് പകുതി അവൾക്ക് കൊടുക്കുക. എന്നിട്ട് മിണ്ടാട് കിടന്ന് ഉറങ്ങിക്കോളണം. മുത്തശ്ശി അച്ഛമ്മ, ഈശ്വര അവന് നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുറത്ത് നിന്നിട്ട്. ഈശ്വര ഇന്നവർ ഒന്നാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് പുറത്ത് നിന്നിട്ട്. അവൻ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ റൂമിൽ കയറി പാലെടുത്ത് പകുതി കുടിച്ച് പകുതി അവൾക്ക് നീട്ടി. അവൻ പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളും പരസ്പരം അപ്പുറം ഇപ്പുറം നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. അച്ഛമ്മ പുറകുവശത്ത് നിന്ന് പറയുകയാണ്, ഭഗവാനെ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഈ മുത്തശ്ശി അച്ഛമ്മയ്ക്ക് ഉറക്കവും ഇല്ലേ? അങ്ങനെ അവർ കഥ കടച്ചു കിടന്നു. ബൈ ബൈ.